എപ്പോഴും നമ്മുടെ സ്വഭാവത്തെ നന്നാക്കുകയാണ് വേണ്ടത്. ആളുകളോട് എപ്പോഴും വലിയ കരുണയും വലിയ എളിമയും ഉള്ളവരാവുകയാണ് ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും അഭികാമ്യമായ കാര്യം. അവന്റെ ജീവിതം ആ രൂപത്തിലായി മാറിയാൽ എല്ലാ ജനങ്ങൾക്കും അവരോട് വലിയ സ്നേഹമുണ്ടാകും. പ്രത്യേകിച്ച് മൻ തവാളഅ റഫഅഹുല്ലാഹ്, ആരെങ്കിലും വിനയം കാണിച്ചാൽ, താഴ്മയുള്ളവരായാൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപടിയായി ഉയർത്തും. അല്ലാഹു അങ്ങനെയുള്ള എളിമയും വിനയവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും ഒരു കാര്യം ഇനി നമ്മുടെ കാരണങ്ങൾ കൊണ്ട് ഉണ്ടായാൽ അതിന്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കരുത്. അതിന്റെ പേരിൽ നമ്മൾ വലിയ ആളാണെന്ന് ധരിക്കുകയോ പറയുകയോ ചെയ്യരുത്. ഇനി ഒരു പക്ഷേ ഏതെങ്കിലും ഒരാളെ ആക്ഷേപിച്ചത് കാരണത്താലോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാരണത്താലോ ഒരാൾക്ക് എന്തെങ്കിലും ഒരു രോഗങ്ങൾ വന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു രോഗം പിടിപെട്ടു, ആ രോഗം കാരണം അയാൾ മരണപ്പെട്ടു പോയി എങ്കിൽ അതൊക്കെ എന്റെ പവറാണ് എന്ന് സ്വന്തമായ ആളുകളുടെ മുന്നിൽ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടാകരുത്. അതൊന്നും നല്ല ഒരു സ്വഭാവത്തിന്റെ അടയാളങ്ങൾ അല്ല. നമ്മളെല്ലാവരോടും വലിയ കനിവുള്ളവരാകണം. നമ്മളെ ആക്ഷേപിക്കുന്നവരുണ്ടാകും, കുറ്റങ്ങൾ പറയുന്നവരുണ്ടാകും. അതൊക്കെ നമ്മൾ ഒരു പ്ലസ് പോയിന്റ് ആയി കാണണം. എല്ലാവരും അനുകൂലിക്കുക എന്നത് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്ന കാര്യമല്ല. കുറെ ആളുകൾ എതിർപ്പുള്ള ആളുകൾ ഉണ്ടാകും. എല്ലാവരും എതിർക്കുന്ന ആളുകളായി കൊള്ളണമെന്നില്ല. കുറെ അനുകൂലിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവിടെ നമ്മൾ ഒരു കാര്യം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്, എത്രമാത്രം എതിരാളികൾ നമുക്കുണ്ടാകുന്നുവോ അത്രമാത്രം നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധമാക്കുവാനും അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അത് കാരണമായി തീരുമെന്ന് നമ്മൾ സ്വയം വിലയിരുത്തിക്കൊണ്ട് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് വേണ്ടത്. അതേ സമയത്ത് നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുക, ഒരുപാട് മോശത്തരങ്ങൾ പ്രവർത്തിക്കുക, എന്നിട്ട് അങ്ങനെയുള്ള മോശത്തരങ്ങളും അതോടൊപ്പം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കുറെ കുഴപ്പങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങളും അതിനെ കുറിച്ചൊക്കെ ആളുകൾ ആക്ഷേപിക്കുമ്പോ നമ്മൾ പറയുക, അതൊക്കെ ആക്ഷേപങ്ങള് കേട്ട മുത്തുനബിയെ അതിന് ഉദാഹരണമാക്കുക, ആയിഷ ബീവിയെ ഉദാഹരണമാക്കുക. ഇതൊക്കെ ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങളാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഉദാഹരിക്കുന്ന ഒരു സംഭവം ഞാൻ കാണാനിടയാണ്. അഥവാ അവര് സ്റ്റേജുകൾ മുഴുവനും പാടി നടക്കുകയാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് അള്ളാഹുവിന്റെ ദീന് നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ മറകളും എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് അവരവരുടെ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ആ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആരെങ്കിലും ആക്ഷേപിക്കുന്ന സമയത്ത് ആയിഷ ബീവിയെ ആളുകൾ ആക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ഈ ആളുകളുമായി ആയിഷ ബീവിയെ തുലനം ചെയ്യുകയാണ്, തട്ടിച്ച് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം വലിയ വിരോധാഭാസമാണത്. ആയിഷ ബീവിയെ ഉദാഹരിക്കാൻ എങ്ങനെ കഴിയും? ആരാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ പ്രിയതമയായ ഭാര്യ. ജീവിതത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഒരാൾ പോലും നന്നായി കണ്ടിട്ടുണ്ടാവൂല, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ. അവിടുത്തെ പ്രിയപ്പെട്ട പിതാവായ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാതെ, അവരുടെ പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാതെ ഒരുപക്ഷേ അവിടുത്തെ മുഖം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പവിത്രമായ അവിടുത്തെ ജീവിതം ആരംഭിച്ച അവിടുത്തേതുമായുള്ള ജീവിതം
ആരംഭിച്ചതിന് ശേഷം ഒരാളും കാണാനിടയായിട്ടുണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആയിഷ ഉമ്മയുടെ പേരിൽ ആരൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന ആ ഉദാഹരണം ഇവരിലേക്ക് ചേർത്തി പറയുകയാണ്. എന്ത് മര്യാദക്കേടാണത്, എന്ത് അടിസ്ഥാനമാണ് അതിലുള്ളത്? നഊദുബില്ലാ. അതുപോലെ തന്നെ വേറെ ചില ആളുകൾ എന്തെങ്കിലുമൊക്കെയോ പറയാം, ആരെങ്കിലും എന്തെങ്കിലും ഇവരെ ആക്ഷേപിച്ചതിന് പേരിൽ അവരെ ശപിക്കുക. അപ്പൊ ആ ശാപം കാരണം അവർക്ക് ഇന്നാലിന്ന രോഗം പിടിപെട്ടു, ആ രോഗം കാരണമായി അവർ മരണപ്പെട്ടു പോയി എന്നൊക്കെ മൈക്കിന്റെ മുന്നിൽ വന്ന് അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ അല്ലെങ്കിൽ ലൈവിൽ വന്ന് പറയുക. ഇതൊക്കെ വളരെ മോശമായ കാര്യമാണ്. ഒരിക്കലും അതൊന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇനി ആരെങ്കിലും നമ്മളെ ആക്ഷേപിച്ചാൽ നമ്മൾ എന്താണ് പറയേണ്ടത്? അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവരല്ലാഹു നന്നാക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ എത്ര കാലമായി ഈ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഉസ്താദിന്റെ നമുക്ക് കാണുന്ന കണ്ണുകൊണ്ട് അറിയുന്ന കാണുന്ന ഒരു നേതാവാണല്ലോ ശൈഖുന. പല ആരോപണങ്ങളും പല ആക്ഷേപങ്ങളും ശൈഖുന ഉസ്താദ് അവറുകൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാം പൂമാല പോലെ സ്വീകരിച്ചു. ഒന്നിനും ഉസ്താദ് അവറുകൾ നേരിട്ട് മറുപടി പറയുവാനോ ആ ആക്ഷേപിച്ചവർക്ക് ഇങ്ങനെ ആവട്ടെ അങ്ങനെ ആവട്ടെ എന്ന് പറയാനോ ഒന്നും ഉസ്താദ് അവറുകൾ പോയില്ല. വളരെ മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞവർക്ക് പോലും മാപ്പ് കൊടുക്കാൻ തയ്യാറായ ഒരു വലിയൊരു നേതാവ് ഇന്നും നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അതാണ് ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ. എന്ത് പറഞ്ഞിട്ടും ആർക്കെതിരെയും ഒരു ആക്ഷേപത്തിന്റെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഉസ്താദുമായി 3 വർഷത്തെ ശിഷ്യബന്ധം, അതിനുശേഷം തുടർച്ചയായി എന്ത് വിഷയങ്ങൾക്കും ശൈഖുനയുമായുള്ള അഭേദ്യമായ ബന്ധം. ഏകദേശം ആ ബന്ധം തുടങ്ങിയിട്ട് ഈ വിനീതൻ അറിയാവുന്ന കാര്യം പറയാമല്ലോ, ആ ബന്ധം ഇന്നലെയും ഞാൻ ശൈഖുന ഉസ്താദ് അവറുകളെ കണ്ട് സംസാരിച്ചിരുന്നു. ആ ബന്ധം തുടങ്ങിയിട്ട് അഭേദ്യമായ ബന്ധം തുടങ്ങിയിട്ട് അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഏകദേശം ഒരു 25 വർഷം തികയുകയാണ്. ഈ 25 വർഷ ജീവിതത്തിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരാളെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു സംസാരം ഈ വിനീതനോട് പറയുന്നതോ അല്ലെങ്കിൽ ഈ വിനീതൻ ഉൾപ്പെട്ട ഏതെങ്കിലും ഒരു സബുക്കുകളിലോ ഏതെങ്കിലും ഒരു ക്ലാസുകളിലോ അവർക്ക് അങ്ങനെയായി പോകട്ടെ ഇങ്ങനെയായി പോകട്ടെ, അവർ നശിച്ചു പോകട്ടെ, അവർക്ക് ശാപമുണ്ടാകട്ടെ എന്ന് തുടങ്ങിയുള്ള എന്തെങ്കിലും ഒരു ലാഞ്ചനയുടെ ഒരു വാക്ക് പോലും നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടില്ല. അതാണ് ശൈഖുന സുൽത്താനുൽ ഉലമ. വെറുതെയല്ല ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ അനുയായികളായി നമ്മൾ ജീവിക്കണമെന്നും ജീവിച്ച് മരിക്കണമെന്നും കൊതിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളെ ശൈഖുനാക്ക് നീ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ആരെയും ആക്ഷേപിക്കുന്നത് കേട്ടില്ല എന്ന് മാത്രമല്ല, ഉസ്താദിനെ ആക്ഷേപിച്ചവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലെങ്കിൽ അവർ ഉസ്താദിന്റെ അടുക്കൽ വരുമ്പോൾ അവർക്കെല്ലാം മാപ്പ് കൊടുക്കുന്ന വളരെയധികം നല്ല സ്വഭാവത്തിന്റെ ഒരു വലിയ മഹാമാതൃകയാണ് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരോടുമായി പറയാനുള്ളത്, എന്തെങ്കിലും ആക്ഷേപങ്ങൾ കേൾക്കുമ്പോ അവർക്കെതിരെ ശാപവാക്കുകൾ ഉച്ചരിക്കുകയോ അല്ലെങ്കിൽ അവർ നശിച്ചു പോകട്ടെന്നോ, ഇനി അവർക്ക് എന്തെങ്കിലും കാരണമായൊരു രോഗം വന്നാൽ അതൊക്കെ എന്റെ പവറാണെന്ന് ധരിക്കലോ നടിക്കലോ ആളുകളുടെ മുന്നിൽ വിളിച്ചു പറയലോ ഒന്നും നല്ല സ്വഭാവങ്ങളല്ല. ഒരിക്കലും അങ്ങനെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾക്ക് ആളുകളുമായി ഇടപഴകുന്ന ആളുകളാണ്, സമൂഹത്തിന് ആവശ്യമായ ആളുകളാണ്, അല്ലെങ്കിൽ സമൂഹത്തെ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ഒരു ഘട്ടങ്ങളിലും മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോ നമ്മൾ കുറെ ശ്രദ്ധിക്കണം. എന്തൊക്കെയോ പറയാ, എന്തൊക്കെയോ ചെയ്യാ, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക, അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് എന്നോട് ആദ്യമായും അതോടൊപ്പം മറ്റുള്ളവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയാർന്ന ഒരുപാട് കാര്യങ്ങളെ ചെയ്യാനും പ്രവർത്തിക്കാനും ജീവിതത്തിൽ കൊണ്ടു നടക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.